ഹലോ ഫ്രണ്ട്സ്, ഞാനും അശ്വതിയും ക്രിസ്മസ് ആയിട്ട് പോകുന്നത് മറൈൻ ഡ്രൈവിലേക്കാണ് കേട്ടോ. ഞങ്ങൾ ആക്ച്വലി എടപ്പള്ളി പള്ളിയിൽ പോകണം അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഊബർ നോക്കിയപ്പോഴത്തേനും എല്ലാ ഊബറും ബിസി ആയിരുന്നു, എടപ്പള്ളിയിലേക്ക് പോകാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പോകണമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അശ്വതി ഒന്ന് റീൽസൊക്കെ കണ്ടിട്ട് ചേച്ചി മറൈൻ ഡ്രൈവ് കൊള്ളാം, നമുക്ക് പോയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ മറൈൻ ഡ്രൈവിലേക്ക് ഞങ്ങൾ ഊബർ നോക്കിയപ്പോഴത്തേനും അത് അവൈലബിൾ ആണ്. അങ്ങനെ മറൈൻ ഡ്രൈവ് ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ മറൈൻ ഡ്രൈവിലേക്ക് വന്നതാണ് കേട്ടോ. എന്തോ കുറേ ലൈറ്റും പരിപാടികളൊക്കെ ഉണ്ടെന്ന് കണ്ടിട്ട് തന്നെയാണ് വന്നത്. ലൈറ്റ്സൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നും എന്താ പറയുക, ആസ് യൂഷ്വൽ ആൾക്കാർ വരുന്നു പോകുന്നു അങ്ങനെയൊക്കെ തന്നെ. പ്രത്യേകിച്ച് ക്രിസ്മസിൻ്റേതായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഓരോ ഷേപ്പിൽ ലൈറ്റുകളൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കപ്പലും മീനും അങ്ങനത്തെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാമെന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബ്രിഡ്ജിൻ്റെ മേളിൽ കയറി താഴോട്ട് നോക്കിയപ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും എന്നാൽ അങ്ങോട്ട് പോയേക്കാം, ചിലപ്പോൾ അവിടെ വല്ല പരിപാടിയും കാണും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. അങ്ങോട്ട് പോയപ്പോഴത്തേനും ഒരു പരിപാടിയും ഉണ്ടായിരുന്നില്ല. പൊതുവെ എനിക്ക് ഈ മറൈൻ ഡ്രൈവിൽ പോകുന്നതിനോട് വലിയ താല്പര്യം എനിക്കില്ല. ഒന്നാമത്തെ കാര്യം, ഒടുക്കത്തെ സ്മെല്ലാണ് ഗൈസ്. ഒരു രക്ഷയില്ലാത്ത നാറ്റമാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ പറയുന്ന ഹൈപ്പൊന്നും മറൈൻ ഡ്രൈവിന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മറൈൻ ഡ്രൈവിലോട്ട് പോകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എവിടെയെങ്കിലും പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മറൈൻ ഡ്രൈവിലേക്ക് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ എന്താ പറയുക, ഞങ്ങൾ ഇങ്ങനെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്തെങ്കിലും ഉപ്പിലിട്ടത് കഴിക്കാമെന്ന് വിചാരിച്ച് 2 പൈനാപ്പിളൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ അവസാനം 2 ചായയൊക്കെ കുടിച്ചിട്ട് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകുമായിരുന്നു. സോ ഇതാണ് ഗൈസ് ഞങ്ങളുടെ ക്രിസ്മസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ബൈ.